ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം പഴയ മനുഷ്യനെ ക്രൂശിക്കുക എന്നതാകുന്നു. നാം ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുമ്പ്, നമ്മിൽ ദൈവപുത്രൻ വസിച്ചു തുടങ്ങുന്നതിന് മുമ്പ് പാപ സ്വഭാവമാണ് നമ്മെ ഭരിച്ചിരുന്നത് എന്നത് നമുക്കറിയാം. ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു. നമ്മുടെ പാപ സ്വഭാവമാകട്ടെ ഇല്ലാതാക്കാൻ ഒരു ശ്രമവും നടന്നിരുന്നില്ല. അതിനർത്ഥം നാം തികഞ്ഞ പാപികളായിരുന്നു എന്നല്ല, മറിച്ച് പഴയ മനുഷ്യനെ, നമ്മെ മരിച്ചിരുന്ന അല്ലെങ്കിൽ ദൈവകൃപയുടെ മഹത്വം കാണാതെ നമ്മെ ഓരോരുത്തരെയും ആ മരണത്തിലേക്ക് തള്ളിവിടാൻ നോക്കിയ സ്ഥാനത്ത് ദൈവകൃപയുടെ മഹത്വം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കാൻ ദൈവകൃപയുടെ മഹത്വം നമ്മളെ തേടി വന്നു, ആ സിംഹാസനത്തിൽ ഇരുത്തുവാൻ ഒരുക്കി. നമുക്കുള്ള എല്ലാ ഊർജവും ഉപയോഗിച്ച് നാം ജഡിക ഇച്ഛകളെ നിഷേധിക്കണമെന്ന് നമുക്ക് വെറുതെ ചിന്തിക്കാം. എന്നാൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ അതെ നമുക്ക് ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാനേ കഴിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കവെയാണല്ലോ യേശു ക്രിസ്തു ക്രൂശുമേൽ മരിച്ചു. ശാരീരികമായി മാത്രം മരണം മരിച്ചു. മരണത്തിൽ കർത്താവിൻ്റെ ജീവിതം ഒതുങ്ങിയില്ല. പിന്നെയോ ജീവിതത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ വിരാമം എന്നർത്ഥം വരുന്ന ഈ മരണത്തോട് ഒതുങ്ങേണ്ടതായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ മഹത്വം അങ്ങനെയല്ലല്ലോ. അത് ശാരീരികമായ ഒരു സത്യമാണെങ്കിലും ദൈവകൃപയിൽ അത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. എന്നാൽ കർത്താവിൻ്റെ ആ ക്രൂശീകരണത്തോടു കൂടി മാനവജാതിക്ക് വീണ്ടെടുപ്പ് ഒരുങ്ങുമായിരുന്നു. ആ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിന് സന്തോഷപ്രദവും ആനന്ദപ്രദവുമാക്കി തീർത്തു. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. കർത്താവേ, നീ ക്രൂശിക്കപ്പെട്ടത് എന്നെ രക്ഷിപ്പാനായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചനയായി പൗലോസിലൂടെ നമുക്ക് തരുന്ന ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, ക്രൂശിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ പല വിശ്വാസികളും അത് മനസ്സിലാക്കുന്നില്ല. മുഴുവൻ ദുഷിച്ച പഴയ മനുഷ്യനിൽ നിന്നും അവർ പല മാർഗങ്ങളും ഉപയോഗിച്ചു നന്മ വരുത്തുവാൻ ശ്രമിക്കുന്നു. ഇതിന് ഒരു ഉത്തരമേ ഉള്ളൂ: പഴയ മനുഷ്യനെ നമ്മുടെ ജീവിതത്തിലെ സിംഹാസനത്തിൽ നിന്ന് നീക്കി ക്രിസ്തുവിനെ അവിടെ വരുത്തുക. നമ്മുടെ ജഡത്തെ വേണമെങ്കിൽ അവിടെ പ്രതിഷ്ഠിക്കാം. എന്നാൽ അതിൻ്റെ ഫലം ക്രിസ്തുവിൻ്റെ നിയന്ത്രണം മൂലം ലഭിക്കാവുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുകയും ദൈവത്തിൽ നിന്നും അകൽച്ചയുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു നമ്മെ നിയന്ത്രിക്കുമ്പോൾ നാം ഒരിക്കലും പാപത്തിന് ദാസന്മാരല്ല, നാം ക്രിസ്തുവിന് ദാസന്മാരാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു നമ്മെ നിയന്ത്രിക്കുമ്പോൾ നാം ഒരിക്കലും പാപത്തിന് ദാസന്മാരല്ല, ക്രിസ്തുവിന് ദാസന്മാരാണ്. ക്രിസ്തുവിൻ്റെ ദാസന്മാരായി വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അനുഗ്രഹപൂർണമായ നിലയിൽ നമുക്ക് ജീവൻ തന്നു, രക്ഷ തന്നു, വീണ്ടെടുപ്പൊരുക്കി. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ ജീവിതത്തെ എത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത് വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയായിരിക്കും.
നമ്മെ രക്ഷിച്ച കർത്താവിൻ്റെ സന്നിധി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, പഴയ മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ തന്ന ക്രിസ്തുവിൻ്റെ ശക്തിക്കായി നന്ദി. സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും തിരുവചനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.